നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ആശുപത്രി മാർച്ച്. വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തതും ഉള്ളവർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിക്കുന്നതും ആശുപത്രിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്നത്. ഹക്കീം വധം. സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം 1 മാസം പൂർത്തിയായി. 4ാം ഊഴത്തിൽ സത്യഗ്രഹമനുഷ്ഠിക്കുന്ന TTV ലാലുവിന് അഭിവാദ്യങ്ങളുമായി നേതാക്കളും പൊതുപ്രവർത്തകരും നാട്ടുകാരും സമരപന്തൽ സന്ദർശിക്കുമ്പോഴും സർക്കാർ നിലപാടിൽ മാറ്റമില്ല. കനത്ത മഴയിൽ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മതിൽ തകർന്നു വീണു. പ്രവൃത്തി സമയമായിരുന്നെങ്കിലും സ്കൂൾ മുറ്റത്തും മതിൽ പരിസരത്തും കുട്ടികളില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. പിലാത്തറ നഗരം ആധുനികതയുടെ മുഖമണിയുന്നു. നഗരത്തിൽ TV രാജേഷ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 1.5 കോടി രൂപ ചെലവിൽ ടൗൺ സ്ക്വയറും മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയവും പണിയുന്നു. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റും ഓവുചാലും ബസ് സ്റ്റാൻഡും പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശുചീകരിച്ചു. മാലിന്യ കൂമ്പാരങ്ങൾ ചീഞ്ഞൊഴുകി തൃക്കരിപ്പൂർ നഗരം ദുർഗന്ധപൂരിതമാകുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തത് കഴിഞ്ഞ ദിവസം. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവും പയ്യന്നൂർ MLAയുമായിരുന്ന CP നാരായണനെ CP സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. പരിസ്ഥിതി സ്നേഹം പ്രസംഗത്തിലൂടെയല്ല, അനുകരണീയമായ കർമ്മ പദ്ധതിയിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി വയക്കര രാമചന്ദ്രൻ എന്ന യുവ പരിസ്ഥിതി പ്രവർത്തകൻ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി മാർച്ച്. CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തതും ഉള്ളവർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിക്കുന്നതും ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെ ഉടൻ നിയമിക്കണമെന്നും ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജമാക്കണമെന്നും ആവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. രോഗികൾ വരുമ്പോൾ ഈ പോലീസുകാരെ കണ്ടാൽ ചിലപ്പോൾ അവർക്ക് ക്ഷീണം കൂടാൻ അടിയുള്ള നനിയിലേക്കുള്ള ഒരു അന്തരീക്ഷം ഈ ആശുപത്രിയിൽ ഉണ്ടാക്കുക അതൊന്നും പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ആശുപത്രിയിൽ ഇങ്ങനെ പോകണമെന്ന് ഈ നിരക്കുള്ളൊരു മാർച്ച് സംഘടിപ്പിക്കണമെന്ന് വളരെ വളരെ ആലോചിച്ചിട്ടാണ് ഞങ്ങളൊരു തീരുമാനമെടുത്തത്. തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ചില ചങ്ങാതിമാർക്ക് സംഗതി മനസ്സിലായി. അവരുടെ വാലിനാണ് തീപിടിക്കാൻ പോകുന്നത്. അവരിന്നലെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ചില രോഗികൾ നോക്കിക്കൊണ്ടിരുന്ന ആശുപത്രി സൂപ്രണ്ടിന് ഖരാവതി. GD നായർ സ്വാഗതം പറഞ്ഞു. KB ബാബു അധ്യക്ഷത വഹിച്ചു. NB ഭാസ്കരൻ, N രാമകൃഷ്ണൻ, M സജീവൻ, KC ലതികേഷ്, TP സുനിൽകുമാർ, ഇക്ബാൽ പോപ്പുലർ തുടങ്ങിയവർ സംസാരിച്ചു. ഹക്കീം വധക്കേസ്. സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം 1 മാസം പൂർത്തിയായി. സമരം തീക്ഷ്ണമായി തുടരുമ്പോഴും സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളോട് ഉദാസീന നിലപാടാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും തുടരുന്നത്. 4ാം ഊഴത്തിൽ സത്യഗ്രഹമനുഷ്ഠിക്കുന്ന TTV ലാലുവിന് അഭിവാദ്യങ്ങളുമായി സമരപന്തലിൽ നേതാക്കളും പൊതുപ്രവർത്തകരും സാധാരണക്കാരും എത്തുന്നു.
ഹക്കീം ഘാതകരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിൽ നടക്കുന്ന സഹന സമരത്തിൻ്റെ 30-ാം ദിനം നിരവധി പ്രമുഖരാണ് അഭിവാദനവും പിന്തുണയുമായി സമരവേദിയിലെത്തിയത്. വൈകിട്ടോടെ CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ കൂടി എത്തിയതോടെ സത്യഗ്രഹിയും സമരസംഘാടകരും കൂടുതൽ ആവേശത്തിലായി. പയ്യന്നൂരിലെ ജനങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വെവ്വേറെ നടത്തിയ സമരങ്ങൾ ഫലം കാണാതെ വന്നപ്പോൾ C. കൃഷ്ണൻ MLA മുൻകൈയിൽ ജനനേതാക്കൾ ആലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത സമരം നടത്തുന്നതെന്ന് P. ജയരാജൻ പറഞ്ഞു. ഹക്കീമിന്റെ കൊലയാളികളെ കണ്ടെത്താൻ വേണ്ടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു സമരത്തിന് ആധാരമായിട്ടുള്ളത്. ഒരു വർഷക്കാലമായിട്ടും അതിനിഷ്ഠൂരമായി നടത്തിയിട്ടുള്ള കൊലക്കുത്തരവാദികളായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പിന് കഴിയാത്ത പ്രശ്നമാണ് ഇത്തരമൊരു ധർമ്മസമരത്തിന് ഒരുങ്ങാൻ സമരസമിതിയെ പ്രേരിപ്പിച്ചത്. CPIM-ന്റെ കണ്ണൂർ ജില്ലാ ഘടകത്തിന്റെ പരിപൂർണ പിന്തുണ ഈ ധർമ്മസമരത്തിനുണ്ട്. C. കൃഷ്ണൻ പയ്യന്നൂരിന്റെ MLA മാത്രമല്ല, CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. സംയുക്ത സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന C. കൃഷ്ണനെയും ആദ്യഘട്ടം മുതൽ സമരവുമായി ബന്ധപ്പെടുന്ന P. കരുണാകരൻ MPയെയുമെല്ലാം അപകീർത്തിപ്പെടുത്താനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് സമരത്തെ ദുർബലമാക്കി ആഭ്യന്തര വകുപ്പിന്റെ നിസ്സംഗതയെ വെള്ളപൂശാനാണെന്ന് ജയരാജൻ വിമർശിച്ചു. നടത്തുന്ന ശ്രമത്തിൽ നിന്ന് മാധ്യമങ്ങൾ പിന്തിരിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഇല്ലാത്ത വാർത്തകൾ നൽകിക്കൊണ്ട് യോജിച്ച് നടത്തുന്ന ഇത്തരം സമരത്തെ ദുർബലപ്പെടുത്താമെന്ന് ആരും കരുതരുത്. ഇവിടെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കൊലയാളികളെ വേഗം പിടികൂടണം. അതാണ് CPIM ആവശ്യപ്പെടുന്നത്. എന്തു തന്നെയായാലും മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ തീർപ്പുണ്ടാകുന്നതുവരെ സഹന സമരം ശക്തമായി തുടരുമെന്നും ജയരാജൻ അറിയിച്ചു. മഴയിൽ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മതിൽ തകർന്നു വീണു. വെള്ളിയാഴ്ച വൈകിട്ട് 3:30യോടെയായിരുന്നു അപകടം. പ്രവൃത്തി സമയമായിരുന്നെങ്കിലും സ്കൂൾ മുറ്റത്തും മതിൽ പരിസരത്തും കുട്ടികളില്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവാക്കി. ദുർബലാവസ്ഥയിലായിരുന്ന മതിൽ പുനർനിർമ്മിക്കണമെന്ന് മുൻപേ ആവശ്യമുയർന്നിരുന്നു. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് മുൻവശത്തെ കൂറ്റൻ മതിൽ മഴയിൽ തകർന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മതിലിനോട് ചേർന്ന് മണ്ണ് നീക്കം ചെയ്തതാണ് മതിൽ തകർന്നു വീഴാൻ കാരണമെന്ന് കരുതുന്നു. നേരത്തെയും മതിലിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു. മതിലിനോട് ചേർന്ന് സ്കൂൾ PTA-യും വിദ്യാർത്ഥികളും ചേർന്ന് നിർമ്മിച്ച പൂന്തോട്ടവും ഭാഗികമായി തകർന്നു. പൂന്തോട്ടത്തിലെ ശില്പങ്ങളും മറ്റും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ മതിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തും. അടിയന്തരമായി മതിൽ പുനർനിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. പിലാത്തറ നഗരം ആധുനികതയുടെ മുഖമണിയുന്നു. നഗരത്തിൽ TV രാജേഷ് MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 1.5 കോടി രൂപ ചെലവിൽ ടൗൺ സ്ക്വയറും മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയവും പണിയുന്നു. ദേശീയപാതയോട് ചേർന്നുള്ള പഞ്ചായത്ത് മിനി സ്റ്റേഡിയമാണ് ഇൻഡോർ സ്റ്റേഡിയമായി വികസിപ്പിക്കുന്നത്. ചെറുകുന്ന് വെൽഫെയർ സ്കൂൾ 25 ലക്ഷത്തിന്റെ സ്റ്റേഡിയത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുകുന്ന് വെൽഫെയർ സ്കൂൾ, വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ. ചെറുതാഴം പഞ്ചായത്തിലെ പിലാത്തറ മിനി സ്റ്റേഡിയമാണ് 1 കോടി രൂപ ചെലവിൽ നവീകരിച്ച് മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയമാക്കി ഉയർത്തുന്നത്. TV രാജേഷ് MLA പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പിലാത്തറ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിന് ഭരണാനുമതി ലഭിച്ചത്. ദേശീയപാതയോട് ചേർന്നുള്ള നിർദ്ദിഷ്ട ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ പിലാത്തറ പട്ടണത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. വിവിധ കായിക മത്സരങ്ങൾ നടത്തുന്നതിനാവശ്യമായ ആധുനിക രീതിയിലുള്ള കോർട്ടുകളും കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സൗകര്യപ്രദമായ വേദികളും സ്റ്റേഡിയത്തിനകത്ത് ഒരുക്കും. വരും കാലത്തിന്റെ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തി പിലാത്തറ പട്ടണത്തിൽ 1.5 കോടി രൂപ ചെലവിൽ ടൗൺ സ്ക്വയർ പണിയാൻ ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയവും ടൗൺ സ്ക്വയറും യാഥാർത്ഥ്യമാകുന്നതോടെ പിലാത്തറ ടൗൺ പുതുനഗര പ്രൗഢിയിലേക്ക് ഉയരും. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവും പയ്യന്നൂർ MLA-യുമായിരുന്ന CP നാരായണനെ അനുസ്മരിച്ചു. പയ്യന്നൂർ CP നാരായണൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് CP നാരായണൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്.
പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CP നാരായണൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച CP നാരായണൻ അനുസ്മരണ ചടങ്ങിൽ CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ പ്രഭാഷണം നടത്തി. അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള മാർക്സിസ്റ്റ് നിരീക്ഷകന്മാരുടെ, ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള എഴുത്തുകാരുടെ, ചിന്തകരുടെ എല്ലാം എഴുത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളൊന്നാണ് മാർക്സ് വായനകൾ. ഡോക്ടർ TV മധുവിന്റെ മാർക്സ് വായനകൾ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും നടന്നു. PK സുരേഷ് കുമാർ പുസ്തകം അവതരിപ്പിച്ചു. ഡോക്ടർ TV മധു, K രാമചന്ദ്രൻ, KU രാധാകൃഷ്ണൻ, KK കൃഷ്ണൻ, PKV അശോകൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ഇമ്പാക്ട്. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റും ഓവുചാല് ബസ് സ്റ്റാൻഡും പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശുചീകരിച്ചു. മാലിന്യ കൂമ്പാരങ്ങൾ ചീഞ്ഞഴുകി തൃക്കരിപ്പൂർ നഗരം ദുർഗന്ധപൂരിതമാകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നെറ്റ്വർക്ക് വാർത്ത തുണയായതിൻ്റെ ആശ്വാസത്തിലാണ് തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾ. മഴക്കാല ആരംഭത്തോടെ തന്നെ മാലിന്യ നിക്ഷേപം മൂലം ചീഞ്ഞുനാറുന്ന തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിനെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. നാടെങ്ങും പകർച്ചപ്പനി പടരുമ്പോൾ നഗരമധ്യത്തിൽ തന്നെയുള്ള മാലിന്യം നീക്കം ചെയ്യാത്തതിലുള്ള ജനങ്ങളുടെ പ്രതിഷേധവും ആശങ്കയുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ ഞങ്ങൾ നൽകിയത്. വിഷയം മാധ്യമ ശ്രദ്ധയിലെത്തിയതോടെ അധികാരികളുടെ കണ്ണു തുറന്നു. അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും അടഞ്ഞ ഓവുചാലുകളും തൃക്കരിപ്പൂരിലെ മത്സ്യമാർക്കറ്റും ബസ് സ്റ്റാൻഡ് പരിസരവും ശുചീകരിക്കുന്നതിന് പഞ്ചായത്ത് അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ആരംഭിച്ചു. ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഉടൻ തന്നെ ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MTP കരീം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഹെൽത്ത് വിഭാഗം ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും യോഗത്തിൽ ഈ സംബന്ധമായ വിവിധങ്ങളായ തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായി മഴക്കാല പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ആയുർവേദ, അലോപ്പതി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. 8ഓളം ക്യാമ്പുകൾ സംബന്ധമായി ഇപ്പോൾ ഒരാഴ്ചക്കകം നടക്കാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മലയാള ഭാഷാ പാഠശാല ഡയറക്ടറും പയ്യന്നൂരിലെ പ്രമുഖ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനുമായ TP ഭാസ്കര പൊതുവാൾ സപ്തതിയുടെ നിറവിൽ. സപ്തതി ആഘോഷ പരിപാടികൾ ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഭാസ്കരൻ മാസ്റ്ററുടെ സുഹൃത്തുക്കളും ശിഷ്യന്മാരും. മലയാള ഭാഷാ പാഠശാല ഡയറക്ടറും നാടകപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ TP ഭാസ്കര പൊതുവാൾ സപ്തതിയുടെ നിറവിൽ. സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശ മലയാളികളുടെ ഇടയിലുമെല്ലാം പയ്യന്നൂരിന്റെ കൾച്ചറൽ അംബാസിഡറായി 70-ാം വയസ്സിലും ചുറുചുറുക്കോടെ പ്രവർത്തിക്കുകയാണ് മാഷ്. ഇംഗ്ലീഷ് വാക്ക് തന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പോസിറ്റീവായി ചിന്തിക്കാനൊരു മനസ്സുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഒരു കാരണവശാലും നമുക്ക് ഒരു പ്രവർത്തനത്തിന് മുന്നോട്ടുള്ള യാതൊരു തടസ്സം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഈ ഒരു വാക്ക് മാത്രം പറയാം. പാലും വെള്ളവും ചേർത്തതിൽ നിന്ന് പാല് മാത്രം വലിച്ചു കുടിക്കുന്ന അരയന്നത്തെ പോലെ നന്മയുടെ പാല് വലിച്ചു കുടിക്കുന്ന അരയന്നത്തിൻ്റെ ഒരു മനസ്സ് സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മറ്റുള്ളവരിലെ തിന്മ കാണാനാണ് നമ്മുടെ നോട്ടം മുഴുവനും. അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല. ഇപ്പം മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല. പറയുന്ന എനിക്കാണ് അതിൻ്റെ കുഴപ്പമുണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് നല്ലത് പറയുമ്പോഴും അതിൻ്റെ ഗുണം കിട്ടുന്നത് നമുക്കാണ്. ഭാഷയ്ക്കും സാഹിത്യത്തിനും നാടകത്തിനും വേണ്ടി ഇതിനോടകം ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളെക്കാൾ ഭാവിയിൽ ഏറ്റെടുത്ത് യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഭാവനകളാണ് ഭാസ്കരൻ മാഷെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നത്. SFI ഏരിയ പ്രവർത്തക കൺവെൻഷൻ സുബ്രഹ്മണ്യ ഷെണായി സ്മാരക ഹാളിൽ നടന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സഖാവ് സുബ്രഹ്മണ്യ ഷെണായി ഹാളിൽ നടന്ന SFI ഏരിയ പ്രവർത്തക കൺവെൻഷൻ SFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ ഉദ്ഘാടനം ചെയ്തു. വേണ്ടി തന്നെ ആവശ്യപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് പ്രൈമറി തലം തൊട്ട് ഹൈസ്കൂൾ തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ക്ലാസ് മുറിയിലെത്തിയിരിക്കണം.
ഡിഗ്രി വിദ്യാർത്ഥികൾ അങ്ങനെ നിർബന്ധമായി മസ്റ്റായി ക്ലാസ് റൂമിനകത്തിരുന്നാൽ മാത്രമേ അവരുടെ വിദ്യാഭ്യാസം അവർക്ക് അക്കാദമിക് മേഖലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ സ്കൂൾ വിദ്യാർത്ഥികൾ നല്ല നിലയിൽ സ്കൂളിനകത്ത് ക്ലാസ് റൂമിനകത്തിരുന്ന് പഠിക്കേണ്ടവർ തന്നെയാണ്. SFI ഏരിയ സെക്രട്ടറി മനുരാജ് സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് ബബിൻ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ കമ്മിറ്റി അംഗം ജിതിൻ, MV സ്വാതികൃഷ്ണ എന്നിവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. ഏഴോം പഞ്ചായത്തിലെ കൈപ്പാട് ഭൂമിയെ കതിരണിയിക്കാൻ വിദ്യാർത്ഥി കൂട്ടായ്മ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കൈപ്പാട് കൃഷി മുതിർന്ന കർഷകൻ ചെമഞ്ചേരി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാടായി ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചെങ്ങൽ ഗ്രാമവാസികളും. ജൈവവളത്താൽ സമ്പുഷ്ടമായ കൈപ്പാട് പ്രദേശത്ത് നെൽകൃഷി നടത്തുകയാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും. 7-4 കുതിര് എന്നീ നെൽവിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് കൃഷിക്കാവശ്യമായ പൊറ്റകൂട്ടൽ പ്രവൃത്തിയും മറ്റും നടത്തിയത്. PK വിശ്വൻ, U സജിത്ത്, TV ചന്ദ്രൻ, MDK സുനിൽ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മുനിസിപ്പൽ തല കൺവെൻഷൻ പയ്യന്നൂർ CITU ഹാളിൽ നടന്നു. കൺവെൻഷൻ CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. A സരോജിനി, N ശാന്ത, K തമ്പായി, K ഭവാനി, AP ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ സംഘടനാ തലത്തിലും അതുപോലെ തന്നെ പൊതുസംഘടനയായിട്ടുള്ള CITUവിൻ്റെയും മറ്റിതര സംഘടനകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ മുമ്പിലൊക്കെ ഒട്ടനവധി സംശയങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. കാരണം സമരങ്ങളിലൂടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം നമ്മുടെ സംശയങ്ങളും നിലനിൽക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമില്ല. ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണവുമായി വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരുടെ വീട്ടുമുറ്റ ക്ലാസ്. ദത്തുഗ്രാമത്തിലെ 200ഓളം കുടുംബങ്ങൾക്കായാണ് NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളോറ NSS യൂണിറ്റിന്റെ ദത്തുഗ്രാമമായ വെള്ളോറയിൽ പ്രദേശത്തെ 200ഓളം വീടുകൾ കേന്ദ്രീകരിച്ചാണ് NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ആരോഗ്യ രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് വീട്ടുമുറ്റ ക്ലാസായി ഫലപ്രദമായി നടത്തിയത്. മഴക്കാലത്ത് പടർന്നു പിടിക്കാനിടയുള്ള പ്രധാന രോഗങ്ങളെക്കുറിച്ചും അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും 20ഓളം വീട്ടുമുറ്റങ്ങളിൽ സംഘടിപ്പിച്ച ക്ലാസുകൾ വഴി NSS വളണ്ടിയർമാർ ബോധവൽക്കരണം നടത്തി. പേശിവേദന എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. ഗുരുതരമാകുമ്പോൾ കഠിനമായ വയറുവേദന, ദേഹത്തിൽ ചുവന്ന പാടുകൾ, നിർത്താതെയുള്ള ഛർദി, ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തസ്രാവം എന്നിവയും ഉണ്ടാകാം. ഇതിന്റെ പേര് തന്നെ വീട്ടുമുറ്റ ക്ലാസ് എന്നാണ്. അതായത് ഇപ്പൊ മഴക്കാലമാണ്. മഴക്കാലത്ത് ഒരുപാട് രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഈ മലയോര പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ബോധവൽക്കരിക്കാനും അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ രോഗം നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നില്ല ഒരു ക്ലാസ് കൂടിയാണ് നമുക്ക് ചെയ്തത്. വിവിധ രോഗപ്രതിരോധ മാർഗങ്ങൾ, ആരോഗ്യ ശുചിത്വ പരിപാലന സന്ദേശങ്ങൾ എന്നിവയടങ്ങിയ ലഘുലേഖകളും ഇവർ വിതരണം ചെയ്തു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS രാധാമണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല നല്ല അഭിപ്രായങ്ങൾ വരികയും അത് മാഷുമായിട്ട് സംവദിക്കുകയും അത് നമുക്ക് സമൂഹത്തിലേക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കിപ്പം പ്രവർത്തികൾ ചെയ്യാനുണ്ട്. ഉച്ചവരെ ഉള്ളൂ അല്ലേ. KV കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. CC കുഞ്ഞികൃഷ്ണൻ, P ശ്രീധരൻ, അനുരാഗ്, ജിതിന ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പുതിയ ബാച്ചിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി കായികക്ഷമതാ പരിശോധന നടത്തി. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികക്ഷമതാ പരിശോധനയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തിങ്കളാഴ്ച നടക്കുന്ന എഴുത്തു പരീക്ഷയിൽ കൂടി വിജയികളാവുന്നവരിൽ നിന്നും 22 വീതം ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ് SPCയിലേക്ക് തിരഞ്ഞെടുക്കുക. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 122 വിദ്യാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്തു. ഷോട്ട് പുട്ട്, ക്രിക്കറ്റ് ബോൾ ത്രോ, ലോങ് ജമ്പ്, സ്റ്റാൻഡിംഗ് ജമ്പ്, 100 മീറ്റർ, 800 മീറ്റർ, 1500 മീറ്റർ ഓട്ടം, പുഷപ്പ് തുടങ്ങി 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 കായിക ഇനങ്ങളിലും തുടർന്ന് നടത്തുന്ന എഴുത്തു പരീക്ഷയിലും വിജയിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പുതിയ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കുക.
ശനിയാഴ്ച സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികക്ഷമതാ പരീക്ഷയ്ക്ക് ജില്ലാ NCC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ASI K രവി, രതീശൻ EV, പ്രവീണ PP, അശോകൻ, പുഷ്പ കൊയ്യോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിസ്ഥിതി സ്നേഹം പ്രസംഗത്തിലൂടെയല്ല, അനുകരണീയമായ കർമ്മ പദ്ധതിയിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് വൈക്കര രാമചന്ദ്രൻ എന്ന പരിസ്ഥിതി പ്രവർത്തകൻ. പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് നാടിന്റെ കാന്തിയും വൃക്ഷ വൈവിധ്യ സമ്പന്നതയും നിലനിർത്തുന്നതിൽ മുഴുകി ജീവിതത്തെ സാർത്ഥകമാക്കുകയാണ് കൊടക്കാട് വലിയ പൊയിലെ ഈ ചെറുപ്പക്കാരൻ. കരിവെള്ളൂരിൽ നിന്ന് ചീമേനിയിലേക്കുള്ള യാത്രയിൽ ഓലാട്ടെത്തിയാൽ വലിയ പൊയിൽ വരെ പാതയോരത്ത് വൃക്ഷത്തൈകളും മരങ്ങളും തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണാം. മല്ലക്കര രാമചന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ ഒഴിവു സമയം വിനിയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. മരങ്ങൾ നട്ടുവളർത്തുക എന്നത് രാമചന്ദ്രന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന് സസ്യങ്ങൾ അനിവാര്യമാണ് എന്ന തിരിച്ചറിവാണ് ഈ ചെറുപ്പക്കാരനെ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലേക്ക് ആകർഷിച്ചത്. 15 വർഷത്തോളമായി രാമചന്ദ്രൻ ഇത്തരത്തിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല, ജീവനില്ല, ജീവജാലങ്ങളില്ല. പ്രകൃതിയാണ് എല്ലാത്തിനും ഉറവിടം. അപ്പോൾ ചെറുപ്പകാലത്തെ ഉള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനെ മരങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിക്കൽ. അത് റോഡ് സൈഡുകളിൽ മരം വെച്ച് പിടിപ്പിക്കൽ. ഈ പൊതുശ്മശാനത്തിൽ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ആശുപത്രി മുമ്പിൽ ഒഴിഞ്ഞ റോഡ് സൈഡിൽ പാറക്ക് മണ്ണിട്ട് കല്ല് വെച്ച് കെട്ടിയിട്ട് ഒരുപാട് മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ വലിയ ഗ്രൗണ്ടിൽ കുറച്ച് മരങ്ങളുണ്ട്. അതൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു വലിയ കാര്യമാണ്. അതായത് വരും തലമുറകൾക്കെങ്കിലും ചിലതെല്ലാം ചെയ്ത് ബാക്കി വെച്ച് നമ്മൾ ബാക്കി വെക്കണം ചെയ്ത്. എല്ലാം അല്ലാണ്ട് ഇങ്ങനെ കുറേ പൈസ ഉണ്ടാക്കി കുറേ കുടിച്ച് നിന്ന് ജീവിച്ചിട്ട് കാര്യമില്ല. രാമചന്ദ്രൻ ആദ്യകാലത്ത് നട്ട പല മരങ്ങളും ഇന്ന് വലിയ വൃക്ഷങ്ങളായി കഴിഞ്ഞു. വെറുതെ വൃക്ഷത്തൈകൾ നടുക മാത്രമല്ല, വേനൽക്കാലത്ത് അതിന് വെള്ളമൊഴിക്കുക കൂടി ചെയ്യും ഈ പ്രകൃതി സ്നേഹി. വൃക്ഷത്തൈകൾ നടലും പരിപാലിക്കലും ജീവിതചര്യയാക്കി തീർത്തിരിക്കുകയാണ് രാമചന്ദ്രൻ. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തും കമ്പല്ലൂർ ആയുർവേദ ഡിസ്പെൻസറിയും DYFI പാറക്കടവ് യൂണിറ്റും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയന്നൂർ യുവശക്തി ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് VK ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി കാസർഗോഡ് ജില്ലാതല രക്ഷാധികാരി ക്യാമ്പ് തൃക്കരിപ്പൂർ തടിയൻകോവൽ ALP സ്കൂളിൽ നടന്നു. വത്സൻ പീലിക്കോട് ക്യാമ്പിന് നേതൃത്വം നൽകി. ലോകത്തൊരാളും ബുദ്ധിമാന്ദ്യമുള്ളവരായി ജനിക്കുന്നില്ലെന്നും ആളുകൾ തമ്മിലുള്ള വ്യത്യാസം ബുദ്ധിയിലല്ല അറിവിലാണെന്നും അറിവ് നേടാൻ ആരാണോ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവർക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുമെന്നും വത്സൻ പീലിക്കോട് പറഞ്ഞു. അതാണ് ഇപ്പൊ പ്രശ്നം. ചോട്ടാ ഭീമിനെതിരെ വാട്സപ്പിൽ പരാതികൾ സ്വീകരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പുരാണത്തിലെ നായകനായ ഭീമനെ കാരിക്കേച്ചറിലൂടെ കാണിച്ചിട്ട് നശിപ്പിക്കുവാണ് ചോട്ടാ ഭീം എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞിക്കണ്ണൻ ജ്വല്ലർ ശ്രീകൃഷ്ണന്റെ ലോഗോ കൊടുത്തിട്ട് പരസ്യം കൊടുത്തപ്പോൾ ശ്രീകൃഷ്ണൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് വളരെ കോൺഷ്യസ്നെസ് ഉള്ള ഒരു സമൂഹം. പക്ഷേ ഇത് തിരിച്ചറിയുന്നതിൽ നമ്മൾ വല്ലാതെ വൈകിപ്പോയിട്ടുണ്ട്. അച്ഛനും അധ്യാപകനും രാഷ്ട്രീയക്കാരുമടക്കം എല്ലാവരും അത്തരത്തിൽപ്പെടും. അറിവ് കൂടുതൽ നേടിയ അച്ഛന് തന്റെ കുട്ടിയെ ഭാവനാസമ്പന്നനാക്കി വളർത്തുവാനും അറിവ് അപ്ഡേറ്റ് ചെയ്യുന്ന അധ്യാപകന് ക്ലാസുകളിൽ അത്ഭുതങ്ങൾ കാണിക്കാനും അറിവ് നേടുന്ന രാഷ്ട്രീയക്കാരന് ശ്രോതാക്കളെ കയ്യിലെടുക്കാനും സാധിക്കുമെന്നും വത്സൻ പീലിക്കോട് കൂട്ടിച്ചേർത്തു. C. സന്തോഷ് കുമാർ, K. സോമരാജൻ മാസ്റ്റർ, K. പത്മനാഭൻ, സുനിൽ മാടക്കാൽ, കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മേരിഗിരി ഫെറോനയിൽ നിന്നും 2015 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമം ഏഞ്ചൽ മീറ്റ് 2015 ഹോളി ക്രോസ് ദേവാലയത്തിൽ നടന്നു. പരിപാടിയുടെ ഭാഗമായി ഫാദർ ജോസ് വലിയമറ്റം പിതാവിന് സ്വീകരണവും സംഘടിപ്പിച്ചു. മേരിഗിരി ഫെറോനയിൽ 2015 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമം ഏഞ്ചൽ മീറ്റ് 2015 വെള്ളരിയാനം ഹോളി ക്രോസ് ദേവാലയത്തിൽ നടന്നു. ചടങ്ങിൽ വെച്ച് ഫാദർ ജോർജ് വലിയമറ്റം പിതാവിന് സ്വീകരണം നൽകി. സ്വീകരണത്തിനും കുർബാനയ്ക്കും ആർച്ച് ബിഷപ്പ് മാർച്ച് ജോർജ് വലിയമറ്റം നേതൃത്വം നൽകി. ദൈവമാണ് അവര് ആ മനുഷ്യന്റെ പപ്പായും മമ്മിയും ദൈവത്തിന്റെ ആ സ്നേഹം പ്രകടിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. അപ്പോൾ ആ പപ്പായും മമ്മിയുടെ സ്നേഹത്തിനും ജയിക്കുന്നു. 150ഓളം വരുന്ന കുട്ടികളാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആദ്യ കുർബാന സ്വീകരിച്ചത്. കരിവെള്ളൂർ കുണിയൻ KKR നായർ മെമ്മോറിയൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം പഠനോപകരണ വിതരണവും മികച്ച വിജയം നേടിയവർക്കുള്ള അനുമോദനവും പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. പത്മാവതി ഉദ്ഘാടനം ചെയ്തു.
എരമം നോർത്ത് LP സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ 2015-16 വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച കുറ്റൂർ PHCയിലെ ജനകീയ ഡോക്ടർ PV കൃഷ്ണനുള്ള ആദര സമർപ്പണവുമാണ് നടന്നത്. ചടങ്ങിൽ KP വിജയൻ അധ്യക്ഷനായി. ME പത്മാക്ഷി, TM ബാലകേശവൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. എരമം നോർത്ത് LP സ്കൂളിലെ ഈ വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനവും കുറ്റൂരിന്റെ ജനകീയ ഡോക്ടർ PP കൃഷ്ണൻ നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ PP കൃഷ്ണനെ സ്കൂളിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പുളിങ്ങോം റേഞ്ച് ജംഇയ്യത്തുൽ മുലമീന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സഹായ വിതരണം CP അബൂബക്കർ മൗലവി റേഞ്ച് പ്രസിഡന്റ് ഫിർദൌസ് ഫൈസി ഇർഫാനിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. TK കരീം അധ്യക്ഷനായി. P ഉസ്മാൻ, അബ്ദുറഹ്മാൻ മച്ചിയിൽ, സമീർ കൊരങ്ങാട്, അഷ്റഫ് പുളിങ്ങോം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോറോം ശ്രീ സുബ്രഹ്മണ്യൻ കോവിൽ ജീർണോദ്ധാരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ജൂൺ 17, 18, 19 തീയതികൾ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കോറോം ശ്രീ സുബ്രഹ്മണ്യൻ കോവിൽ, പടിപ്പുര, തിടപ്പള്ളി എന്നിവ പുതുതായി നിർമ്മിച്ചു. കോവിൽ മണ്ഡപം, തിരുമുറ്റം എന്നിവ കരിങ്കൽ പാകിയും കട്ടളിയും സോപാനവും കരിങ്കൽ നിർമ്മിതമാക്കുകയും പ്രതിഷ്ഠയ്ക്കാവശ്യമായ പീഠം പുതുക്കിയും തിരുമുറ്റം വൈദ്യുതീകരിച്ചും ആണ്ടിയൂട്ട് പ്രസാദം വിതരണം ചെയ്യാൻ സ്ഥിര സംവിധാനമുണ്ടാക്കുകയും ചെയ്തു. പ്രതിഷ്ഠാകർമ്മങ്ങൾ തന്ത്രിശ്രീ ബ്രഹ്മശ്രീ മാങ്കുളം മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ജൂൺ 17, 18, 19 തീയതികളിൽ നടക്കും. ജൂൺ 17 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പശുദാന പുണ്യാഹവും ജൂൺ 18 വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് ഗണപതി ഹോമം, ബിംബശുദ്ധി കലശപൂജ, കലശാഭിഷേകത്തോടുകൂടി പൂജ, അനുബന്ധ കലശപൂജ എന്നിവയും നിദ്രാകലശപൂജയും പീഠബിംബാദി ശുദ്ധിക്രിയകളും നടക്കും. ജൂൺ 19 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമവും ബ്രഹ്മകലശ പൂജയും നടക്കും. 8:50 മുതൽ 10:10 വരെയുള്ള മുഹൂർത്തത്തിൽ പ്രസാദ പ്രതിഷ്ഠയും തുടർന്ന് നിത്യദാനം നിശ്ചയിക്കലും പുതിയ പൂജാരിയുടെ സ്ഥാനാരോഹണ ചടങ്ങും നടക്കും. രാത്രി 8-ന് തണ്ണീനമൃത് പൂജയും നടക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. PV ഉണ്ണികൃഷ്ണൻ, K രാധാകൃഷ്ണൻ, K പ്രകാശൻ, കാമ്പ്രത്ത് കുഞ്ഞിരാമ പൊതുവാൾ, NV കുഞ്ഞിരാമൻ മാസ്റ്റർ, പ്രശാന്ത് കോറോം എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. താവത്ത് മധ്യവയസ്കൻ ട്രെയിൻ തട്ടി മരിച്ചു. അടുത്തില സ്വദേശി വേണുഗോപാലനാണ് താവം റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത്. കണ്ണപുരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അടുത്തിലയിലെ കൃഷ്ണൻ യശോദ ദമ്പതികളുടെ മകനാണ് 51-കാരനായ വേണുഗോപാലൻ. ഭാര്യ അനിത, അവിനാശ് ഏക മകൻ. മാറ്റൊലി. CBI മാതൃകയിൽ സംസ്ഥാന വിജിലൻസ് വകുപ്പിനെയും സ്വതന്ത്ര ചുമതലയുള്ള അന്വേഷണ ഏജൻസിയാക്കണമെന്ന കേരള ഹൈക്കോടതിയുടെ പരാമർശത്തോടുള്ള പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. രാജ്യത്തിലെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ചുമതല ആ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കടമയാണ്. ഈ കാര്യം നിർവഹിക്കുന്നത് ആ രാജ്യത്തിലെ പോലീസ് സംവിധാനമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം വളരെ ശക്തമായ പോലീസ് സംവിധാനമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മിടുക്കരാണ്. പക്ഷേ പല സമ്മർദ്ദങ്ങൾ, ഒരു കേസുണ്ടാകുമ്പോൾ പല സമ്മർദ്ദങ്ങൾ പോലീസിന്മേൽ ഉണ്ടാവുകയും പോലീസിന് പലപ്പോഴും നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടാകണം. നമ്മുടെ രാജ്യത്ത് CBI സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്, രഹസ്യാന്വേഷണ സംവിധാനമാണ്. ആ സംവിധാനത്തിന്മേൽ ബാഹ്യശക്തികൾക്ക് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. ഇന്നിറങ്ങിയ കോടതി വിധി ഒരു ജനകീയ വിധിയാണ്. ജനങ്ങളുടെ ഇടയിൽ നല്ല കോടതിയുടെ ഇടപെടൽ വളരെ മതിപ്പുണ്ടാക്കുന്നതാണ്. വിജിലൻസിനെയും പോലീസിനെയും ഒക്കെ ഭരണാധികാരികൾ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള വിധിക്ക് 100% അനുകൂലിക്കുന്നു. ഈ CBI ഒരു സ്വതന്ത്ര ഏജൻസിയാണെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ കൂടി പലപ്പോഴും അത് അതാത് സമയത്ത് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമാണെന്ന് നമ്മളിപ്പോൾ പറയും. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പലപ്പോഴും ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് ചില നയങ്ങളും തീരുമാനങ്ങളും എടുത്തതായി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കേരളത്തിലിപ്പോൾ വിജിലൻസിനെ സ്വതന്ത്രമാക്കാൻ കേരള ഗവൺമെൻറ് തീരുമാനിക്കപ്പെട്ടാലും അത് ചില പ്രത്യേക ഘട്ടത്തിൽ ഗവൺമെൻറ്റിന് അതിൽ ഇടപെടാൻ കഴിയും. അവർക്ക് അനുകൂലമായ ചില നയങ്ങൾ വിജിലൻസിനെ കൊണ്ട് എടുപ്പിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മൾ പുറമേക്ക് സ്വതന്ത്രമാണ് എന്ന് പറയാ എന്നല്ലാണ്ട് അനുഭവത്തിൽ നമുക്ക് ഇതൊന്നും പഴയ രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അറിയിപ്പുകൾ. BJP പയ്യന്നൂർ മണ്ഡലം ശില്പശാല ജൂൺ 14 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിലെ നന്മ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച സ്നേഹവീടിന്റെ താക്കോൽ ദാനം ജൂൺ 14 ഞായറാഴ്ച നടക്കും. സർഗവേദി മണിയറയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ മണിയറ ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് നടക്കും. കണിയേരി ഗ്രാമീണ കലാസമിതിയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂൺ 14 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചക്കത്തനിമ ചക്കയെക്കൊണ്ട് 300-ൽ പരം വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ പഠിപ്പിക്കുന്ന ഏകദിന പരിശീലന കളരി സംഘടിപ്പിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് SSLC +2 അനുമോദനവും നടക്കും. മാത്തിൽ തവിടിശ്ശേരി ശ്രീ വല്ലാർകുളങ്ങര ഭഗവതിക്കാവിൽ സംക്രമം അടിയന്തരം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ആശുപത്രി മാർച്ച്. വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തതും ഉള്ളവർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിക്കുന്നതും ആശുപത്രിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്നത്. ഹക്കീം വധം. സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം 1 മാസം പൂർത്തിയായി. 4ാം ഊഴത്തിൽ സത്യഗ്രഹമനുഷ്ഠിക്കുന്ന TTV ലാലുവിന് അഭിവാദ്യങ്ങളുമായി നേതാക്കളും പൊതുപ്രവർത്തകരും നാട്ടുകാരും സമരപന്തൽ സന്ദർശിക്കുമ്പോഴും സർക്കാർ നിലപാടിൽ മാറ്റമില്ല. കനത്ത മഴയിൽ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മതിൽ തകർന്നു വീണു. പ്രവൃത്തി സമയമായിരുന്നെങ്കിലും സ്കൂൾ മുറ്റത്തും മതിൽ പരിസരത്തും കുട്ടികളില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. പിലാത്തറ നഗരം ആധുനികതയുടെ മുഖമണിയുന്നു. നഗരത്തിൽ TV രാജേഷ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 1.5 കോടി രൂപ ചെലവിൽ ടൗൺ സ്ക്വയറും മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയവും പണിയുന്നു. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റും ഓവുചാലും ബസ് സ്റ്റാൻഡും പഞ്ചായത്തും ആരോഗ്യ വകുപ്പ് അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശുചീകരിച്ചു. മാലിന്യ കൂമ്പാരങ്ങൾ ചീഞ്ഞൊഴുകി തൃക്കരിപ്പൂർ നഗരം ദുർഗന്ധപൂരിതമാകുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തത് കഴിഞ്ഞ ദിവസം. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവും പയ്യന്നൂർ MLAയുമായിരുന്ന CP നാരായണനെ CP സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. പരിസ്ഥിതി സ്നേഹം പ്രസംഗത്തിലൂടെയല്ല, അനുകരണീയമായ കർമ്മ പദ്ധതിയിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി വയക്കര രാമചന്ദ്രൻ എന്ന യുവ പരിസ്ഥിതി പ്രവർത്തകൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.